നീ ആണ് കൽക്കി. പറയണം പറയണം പറയണം. പോലെ ഒരു ശബ്ദവും കേട്ടു. അപ്പൊ ഇതാണ് അമ്മയുടെ കൽക്കി അവതാരത്തിന്റെ സ്ഥായി ഭാവം. 2012 ആയപ്പോഴത്തേക്കും ഭഗവാൻ പറഞ്ഞു നീ ആണ് കൽക്കി. പറയണം പറയണം പറയണം. ശബ്ദം തന്നെ ഭയങ്കര വേരിയേഷൻ. അപ്പൊ ഈ 12 വർഷമായപ്പോഴത്തേക്ക് ഇരിക്കാം തുടരുത്, തൊടാൻ പാടില്ല. അപ്പം പറഞ്ഞു കൽക്കി നീയാണ് അവതാരം, നീ കൽക്കി അവതാരമാണ്, അതുകൊണ്ട് നീ പുറത്തിത് പറയണം എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ വഴികളൊന്നുമില്ല. നിങ്ങൾക്ക് ദോഷമായിട്ട് വരും. പൊള്ളും ഈ പുതുങ്ങിയിരിക്കും. രംഗത്ത് വരണം. എന്തായാലും അമ്മയുടെ എഴുതിയ വരികൾ ഞാൻ വായിച്ചു നോക്കട്ടെ. ഹിമാലയത്തിൽ ഹിമമുണ്ട്, പൂവിനുള്ളിൽ തേനുണ്ട്, കരളിനുള്ളിൽ കനിവുണ്ട്, കല്ലിനുള്ളിൽ തീയുണ്ട്. ഭയങ്കര വരികളാണല്ലോ ഇത്. ഹിമാലയത്തെ പറ്റിയുള്ള പാട്ടല്ലേ? ജലത്തിനുള്ളിൽ വൈദ്യുതിയുണ്ട്, കാറ്റിനുള്ളിൽ വൈദ്യുതിയുണ്ട്, മനസ്സിനുള്ളിൽ ഈശ്വരനുണ്ട്, പാലിനുള്ളിൽ തൈരുണ്ട്, മോരുണ്ട്, നെയ്യുണ്ട്. എല്ലാം ഭയങ്കര ഭാവനയാണല്ലോ. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നതാണ്? ക്യാമറമാൻ നമ്മുടെ ക്യാമറ അറിയേണ്ട കൽക്കി അവതാരത്തിന് സ്ഥായി ഭാവം. ഇതാണ് സ്ഥായി ഭാവം. നീ ആണ് കൽക്കി. പറയണം പറയണം പറയണം. പോലെ ഒരു ശബ്ദവും കേട്ടു. അപ്പൊ ഇതാണ് അമ്മയുടെ കൽക്കി അവതാരത്തിന്റെ സ്ഥായി ഭാവം. 2012 ആയപ്പോഴത്തേക്കും ഭഗവാൻ പറഞ്ഞു നീ ആണ് കൽക്കി. പറയണം പറയണം പറയണം. ശബ്ദം തന്നെ ഭയങ്കര വേരിയേഷൻ. അപ്പൊ ഈ 12 വർഷമായപ്പോഴത്തേക്ക് ഇരിക്കാം തുടരുത്, തൊടാൻ പാടില്ല. അപ്പം പറഞ്ഞു കൽക്കി നീയാണ് അവതാരം, നീ കൽക്കി അവതാരമാണ്, അതുകൊണ്ട് നീ പുറത്തിത് പറയണം എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ വഴികളൊന്നുമില്ല. നിങ്ങൾക്ക് ദോഷമായിട്ട് വരും. പൊള്ളും ഈ പുതുങ്ങിയിരിക്കും. രംഗത്ത് വരണം. എന്തായാലും അമ്മയുടെ എഴുതിയ വരികൾ ഞാൻ വായിച്ചു നോക്കട്ടെ. ഹിമാലയത്തിൽ ഹിമമുണ്ട്, പൂവിനുള്ളിൽ തേനുണ്ട്, കരളിനുള്ളിൽ കനിവുണ്ട്, കല്ലിനുള്ളിൽ തീയുണ്ട്. ഭയങ്കര വരികളാണല്ലോ ഇത്. ഹിമാലയത്തെ പറ്റിയുള്ള പാട്ടല്ലേ? ജലത്തിനുള്ളിൽ വൈദ്യുതിയുണ്ട്, കാറ്റിനുള്ളിൽ വൈദ്യുതിയുണ്ട്, മനസ്സിനുള്ളിൽ ഈശ്വരനുണ്ട്, പാലിനുള്ളിൽ തൈരുണ്ട്, മോരുണ്ട്, നെയ്യുണ്ട്. എല്ലാം ഭയങ്കര ഭാവനയാണല്ലോ. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നതാണ്? ക്യാമറമാൻ നമ്മുടെ ക്യാമറ അറിയേണ്ട കൽക്കി അവതാരത്തിന് സ്ഥായി ഭാവം. ഇതാണ് സ്ഥായി ഭാവം.